സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ഏകീകൃത സിവിൽ നിയമം പാസാക്കുന്ന നിയമസഭയായി ഉത്തരാഖണ്ഡ് നിയമസഭ കഴിഞ്ഞ ബുധനാഴ്ച മാറി. ശബ്ദ വോട്ടോടുകൂടെ 2 ദിവസത്തെ ചർച്ചകൾക്ക് ശേഷമാണ് ഉത്തരാഖണ്ഡ് ഏകീകൃത സിവിൽ നിയമം പാസാക്കിയെടുത്തത്. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ഏകീകൃത സിവിൽ നിയമം നടപ്പിലാക്കുന്നത് ഉത്തരാഖണ്ഡ് ആണെങ്കിലും അതിനു മുന്നേ തന്നെ ഏകീകൃത സിവിൽ നിയമങ്ങളുള്ള മറ്റൊരു സംസ്ഥാനമുണ്ട്, അത് ഗോവയാണ്. 1867 പോർച്ചുഗീസുകാരാണ് ഗോവയിലെ നിവാസികൾക്ക് വേണ്ടി ഒരു ഏകീകൃത സിവിൽ നിയമം കൊണ്ടുവരുന്നത്. പിന്നീട് ഗോവ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാകുമ്പോഴും ഇതേ ഏകീകൃത സിവിൽ നിയമം തന്നെയാണ് അവർ പിന്തുടർന്നു പോരുന്നത്. കാലക്രമേണ വിവിധ തരത്തിലുള്ള അമെൻമെന്റുകളിലൂടെ ഗോവൻ സിവിൽ നിയമത്തിന് കാര്യമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഗോവൻ ജനത പിന്തുടരുന്നത് ഒരു ഏകീകൃത സിവിൽ നിയമം തന്നെയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 44-ാം അനുച്ഛേദത്തിലാണ് ഏകീകൃത സിവിൽ നിയമം നടപ്പിലാക്കേണ്ടുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് പറയുന്നത്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അഥവാ നിർദ്ദേശക തത്വങ്ങളിലാണ് ഇന്ത്യൻ ഭരണഘടന യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് പറയുന്നത്. ഒരു ക്ഷേമരാഷ്ട്രത്തിന് ആവശ്യമായിട്ടുള്ള ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടാണ് കോമൺ സിവിൽ നിയമം എന്നാണ് ഇന്ത്യൻ ഭരണഘടന പറഞ്ഞു വെക്കുന്നത്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അഥവാ നിർദ്ദേശക തത്വങ്ങളുടെ ഒരു പ്രത്യേകത എന്തെന്നാൽ കോടതി മുഖാന്തരം ഇവയൊന്നും തന്നെ നടപ്പിലാക്കിയെടുക്കാനായിട്ട് പറ്റില്ല. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അഥവാ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളൊന്നും തന്നെ ഒരു പൗരന് അവകാശമായിട്ട് കണക്കാക്കാനും പറ്റില്ല. അതേസമയം തന്നെ ഒരു ക്ഷേമരാഷ്ട്രത്തിന്റെ നിർമ്മാണത്തിനു വേണ്ടി രാഷ്ട്രത്തിന് വേണമെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ നിയമനിർമ്മാണം നടത്താവുന്നതാണ്. അത്തരത്തിലൊന്നാണ് ഈ പറയുന്ന യൂണിഫോം സിവിൽ കോഡ് എന്നതും. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പ്രധാന കക്ഷിയായി BJP ഉയർന്നു വരുന്ന കാലം തൊട്ട് തന്നെ അവർ മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ അവരുടെ പ്രകടന പത്രികയിലൂടെ നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കുമെന്നുള്ളത്. അതിന്റെ ആദ്യ വഴിമരുന്നാണ് ഒരുപക്ഷെ ഉത്തരാഖണ്ഡിൽ നടന്നത് എന്ന് വേണമെങ്കിൽ പറയാം. മതം വിഭാവനം ചെയ്യുന്ന വ്യക്തി നിയമങ്ങളിലാണ് കാര്യമായ ഉടച്ചുവാർക്കലുകൾ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരാനായിട്ട് പോകുന്നത്. ഇന്ത്യ ഒരു ബഹുസ്വര സമൂഹമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വ്യക്തി നിയമങ്ങൾ പിന്തുടരുന്ന വിഭാഗം എന്ന് പറയുന്നത് ഇസ്ലാമിക വിശ്വാസികളാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന യൂണിഫോം സിവിൽ കോഡിനെതിരെ ഏറ്റവും കൂടുതൽ എതിർപ്പുയരുന്നതും ഇവരുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് എന്നുള്ളത് സ്വാഭാവികമാണ്. ഈ കൂട്ടരുടെ തന്നെ പ്രധാനമായിട്ടുള്ള ഒരു ആരോപണം എന്ന് പറയുന്നത് BJP കൊണ്ടുവരുന്നതിലൂടെ യൂണിഫോം സിവിൽ കോഡിന് പകരം അതൊരു ഹിന്ദു കോഡായി മാറിയേക്കാമെന്നും ഇസ്ലാമിക വിശ്വാസങ്ങളെ എല്ലാം തന്നെ ചവിട്ടി മെതിച്ചേക്കാമെന്നും ആണ് പ്രധാനമായിട്ടും ഉയരുന്ന ആരോപണം. പക്ഷേ ഇത്തരത്തിലുള്ള എതിർപ്പുകളുടെയും ആശങ്കകളുടെയും എല്ലാം അടിസ്ഥാനം വെറും അജ്ഞത മാത്രമാണ്. BJP സർക്കാർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതുകൊണ്ട് അവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും ഹനിക്കപ്പെടുമെന്ന ഭയമാണ് പലരെയും അസ്വസ്ഥരാക്കുന്നത്. ശരിയാണ്, ചില മതനിയമങ്ങൾ വിശിഷ്യ മുസ്ലിം മതനിയമങ്ങൾ സിവിൽ കോഡിൽ അട്ടിമറിക്കപ്പെടും എന്നുള്ളത് തന്നെയാണ് സത്യം. ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ അതിനൊന്നും തന്നെ ചെയ്യാൻ ആധുനിക സമൂഹത്തിന് സാധിക്കില്ല. കാരണം കാലഹരണപ്പെട്ട നിയമങ്ങൾ ചവറ്റുകൊട്ടയിൽ എറിയപ്പെടുക തന്നെ ചെയ്യണം. ആധുനിക മനുഷ്യൻ ഇപ്പോൾ തന്നെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന പല നിയമങ്ങളും ഒരു 10 വർഷത്തിനപ്പുറം അപ്രസക്തമാകുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് അത്രയും ദ്രുതഗതിയിലാണ് മനുഷ്യന്റെ സാംസ്കാരിക വളർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിലാണ് എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് എഴുതപ്പെട്ടിട്ടുള്ള ഒരു പുസ്തകത്തിൽ നിന്നുള്ള നിയമങ്ങളുടെ അല്ലെങ്കിൽ വ്യക്തി നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്നും ഈ പറയുന്ന സമൂഹം ജീവിക്കണമെന്ന് വാശി പിടിക്കുന്നത്, അതല്ലെങ്കിൽ അതിനു പുറകെ നടക്കുന്നത്. ഇനി ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന യൂണിഫോം സിവിൽ കോഡ് എന്താണ് പറയുന്നത് എന്ന് നോക്കാം. വിവാഹം, വിവാഹപ്രായം എല്ലാവർക്കും ഒരുപോലെ തീരുമാനിക്കുക, ബഹുഭാര്യത്വം ഇല്ലാതാക്കുക തുടങ്ങിയവയാണ് ഒന്നാമത്തെ കാറ്റഗറി. രണ്ടാമത്തേത് വരുന്നത് വിവാഹമോചനവുമായി ബന്ധപ്പെട്ടാണ്. കോടതി ഇടപെട്ട് നീതി കൽപ്പിക്കാതെ ഒരു വിവാഹമോചനവും സാധ്യമല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ എത്തും. പിന്നെയുള്ളത് മാതാപിതാക്കളുടെ സ്വത്തവകാശമാണ്. ലിംഗവ്യത്യാസമില്ലാതെ ആൺകുട്ടിക്കും പെൺകുട്ടിക്കും തുല്യമായി സ്വത്തിൽ അവകാശം ഉണ്ടായിരിക്കും. ഇപ്പോഴത്തെ മതനിയമങ്ങൾ അനുസരിച്ച് ഇങ്ങനെയല്ല സ്വത്ത് വീതം വയ്ക്കുന്നത് എന്നറിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ ആധുനിക മനുഷ്യർ നാണം കെട്ട് തല താഴ്ത്തേണ്ടുന്ന അവസ്ഥയുണ്ടാവും. ഇത്തരത്തിൽ പൊതുവായിട്ടുള്ള സിവിൽ നിയമങ്ങളിൽ മാത്രമാണ് യൂണിഫോം സിവിൽ കോഡ് കാതലായ മാറ്റങ്ങൾ വരുത്തുന്നത്. അതല്ലാതെ മറ്റെന്തെങ്കിലും ആചാരങ്ങളിലോ അനുഷ്ഠാനങ്ങളിലോ കൈകടത്താൻ യൂണിഫോം സിവിൽ കോഡ് കൊണ്ട് സാധിക്കില്ല. കേരളത്തിന്റെ തന്നെ ഉദാഹരണം എടുത്തിട്ടുണ്ടെങ്കിൽ ഇത്തരം മതനിയമങ്ങൾക്കെതിരെ വരുന്ന ഇസ്ലാമിക സമൂഹത്തിലെ ആളുകളുടെ എണ്ണം വളരെയധികം കൂടി വരികയാണ്. പ്രത്യേകിച്ചും ഇത്തരം മതനിയമങ്ങളെ മറികടക്കാനായി നമ്മുടെ നാട്ടിലുള്ള സ്പെഷ്യൽ മാരേജ് ആക്ട് പോലെയുള്ള പൊതു നിയമങ്ങളെ പിന്തുടരുന്ന മുസ്ലിമുകളുടെ എണ്ണവും കൂടി വരികയാണ്. അതിനൊരു ഉദാഹരണമായിരുന്നു സിനിമാ നടനും അഡ്വക്കേറ്റുമായിട്ടുള്ള ഷുക്കൂർ സ്വന്തം ഭാര്യയെ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വീണ്ടും വിവാഹം കഴിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത.
കാരണം ഇസ്ലാമിക മതാചാര പ്രകാരം വിവാഹം കഴിക്കുന്ന ദമ്പതികൾക്കുണ്ടാവുന്ന പെൺമക്കൾക്ക് പിതാവിന്റെ സ്വത്തിൽ പൂർണ്ണ അവകാശം ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് മതനിയമങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ള മതനിയമങ്ങളെ മറികടക്കാൻ വേണ്ടിയിട്ടായിരുന്നു അഡ്വക്കേറ്റ് ഷുക്കൂർ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം പുനർവിവാഹം നടത്തിയത്. ഇസ്ലാമിക ലോകത്ത് അതല്ലെങ്കിൽ ഇസ്ലാമിന്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്ന രാഷ്ട്രങ്ങളിൽ തന്നെ ഇത്തരത്തിലുള്ള കാടൻ നിയമങ്ങൾക്കെതിരെയും കാലാനുസൃതമായ മാറ്റങ്ങൾ രേഖപ്പെടുത്താത്ത നിയമങ്ങൾക്കെതിരെയും ശക്തമായ പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിലെയും വിശിഷ്യ കേരളത്തിലെയും സ്ഥിതി നേരെ മറിച്ചാണ്. പുരോഗമന പ്രസ്ഥാനം എന്ന് അവകാശപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് പോലും മതവോട്ടുകൾ ചോരാതിരിക്കാനും BJPക്ക് എതിരിൽ നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് എന്ന് തെളിയിക്കാനും സിവിൽ കോഡിനെ എതിർക്കുന്നത് ശരിക്കും ദൗർഭാഗ്യകരമാണ്. BJP നടപ്പിൽ വരുത്തുന്നത് കൊണ്ട് കോൺഗ്രസുകാരും ഇതിനെ പിന്തുണയ്ക്കുന്നില്ല. ഏകീകൃത സിവിൽ കോഡിനെതിരെയുള്ള ഒപ്പുശേഖരണവും പള്ളികളിൽ അതിനെതിരെ പ്രസംഗങ്ങളും നടക്കുമ്പോൾ ഒരുമാതിരി ജനങ്ങളൊക്കെ ഇതിനെ ഭയപ്പെടുന്നുണ്ട്. സിറ്റിസൺ അമെൻമെന്റ് ആക്ടിനെ എങ്ങനെയാണോ ഭയപ്പെട്ടത് അതുപോലെ തന്നെ ആലോചിക്കാതെയും പഠിക്കാതെയും ഇടംവലം നോക്കാതെ പ്രക്ഷോഭങ്ങൾക്ക് പിന്തുണ കൊടുക്കുമ്പോൾ നമ്മൾ വിസ്മരിക്കുന്നത് യഥാർത്ഥത്തിൽ നീതിയെ തന്നെയാണ്.